അങ്ങനെ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരത്തിന് ഒരുങ്ങുകയാണ്. കോൺഗ്രസിൻ്റേത് ഒരു മികച്ച നീക്കമാണ് എന്ന് സമ്മതിക്കാതിരിക്കാൻ വയ്യ. കാരണം കോൺഗ്രസ് ഏറ്റവും ദുർബലമായി നിന്ന ഘട്ടത്തിലാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തുകയും ജനവിധി തേടുകയും ചെയ്തത്. ഇരു കൈയും നീട്ടിയാണ് വയനാട്ടിലെ വോട്ടർമാർ രാഹുൽ ഗാന്ധിയെ സ്വീകരിച്ചത്. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുലിൻ്റെ വോട്ട് കുറഞ്ഞു. രാഹുലിൻ്റെ വോട്ട് വർദ്ധിപ്പിക്കും എന്ന വെല്ലുവിളി ഉയർത്തിയാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങിയത്. എന്നാൽ ഭൂരിപക്ഷം കുറഞ്ഞു, വോട്ടും കുറഞ്ഞു. അതേസമയം മറ്റ് രണ്ട് പാർട്ടികളും അവരുടെ നില മെച്ചപ്പെടുത്തി. 70,000 ചില്ലാനം വോട്ടുണ്ടായിരുന്ന NDA അവിടെ 1,40,000 വോട്ട് പിടിച്ചു. രാഹുൽ ഗാന്ധിക്കെതിരെ അത്രയും വോട്ട് പിടിക്കാൻ കഴിഞ്ഞു എന്നത് ഒരു നേട്ടമായി തന്നെ സുരേന്ദ്രന് എടുത്തു പറയാം. എന്നാൽ രാഹുൽ ഗാന്ധി ഈ മണ്ഡലം ഉപേക്ഷിക്കും എന്ന് നേരത്തെ കണക്കുകൂട്ടിയവരും ഉണ്ട്. അതുകൊണ്ട് തന്നെ മറ്റൊരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്തായിരിക്കും സാഹചര്യം എന്ന് പ്രവചിക്കാനാകില്ല. കേരളത്തിലുള്ള ഏതെങ്കിലും കോൺഗ്രസ് നേതാവാണ് മത്സരിക്കുന്നതെങ്കിൽ പ്രതിപക്ഷത്തിന് കുറേ ആരോപണങ്ങൾ ഉന്നയിക്കാൻ കഴിയും. ഏറ്റവും ദുർഘടമായ ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിക്ക് കൈകൊടുത്ത വയനാട്ടിനെ രാഹുൽ ഉപേക്ഷിച്ചു എന്ന പ്രചരണം ശക്തമാകും. എന്നാൽ അത്തരം പ്രചരണങ്ങൾക്കൊക്കെ തടയിട്ടുകൊണ്ടാണ് രാഹുൽ തൻ്റെ പ്രിയപ്പെട്ട സഹോദരി പ്രിയങ്ക ഗാന്ധിയെ സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിപ്പിക്കാൻ തയ്യാറാക്കുന്നത്. പ്രിയങ്ക രാഹുലുമായി അടുത്ത ബന്ധമുള്ളയാളാണ് എന്ന് എല്ലാവർക്കും അറിയാം. മാത്രവുമല്ല, ഇന്ദിരാഗാന്ധിയുടെ രൂപസാദൃശ്യമൊക്കെ ഉള്ള പ്രിയങ്കയെ കേരളത്തിലെ മലയാളികൾ വലിയ തോതിൽ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു എന്നതും ഒരു വാസ്തവമാണ്. ഒരുപക്ഷെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ രാഹുലിനേക്കാൾ വോട്ട് പിടിക്കാൻ പ്രിയങ്ക ഗാന്ധിക്ക് കഴിഞ്ഞേക്കും. മാത്രവുമല്ല, കേരളത്തിൽ നടക്കുന്ന മറ്റ് രണ്ട് ഉപതെരഞ്ഞെടുപ്പുകളിലും അതിൻ്റെ പ്രഭാവം ഉണ്ടാകും എന്ന കാര്യത്തിലും സംശയമില്ല. അങ്ങനെ എല്ലാ വഴിക്ക് നോക്കുമ്പോഴും കോൺഗ്രസിൻ്റെ നീക്കം വളരെ മികച്ചതായി എന്ന് തന്നെ കണക്കാക്കാം. എന്നാൽ ഇത് ഒരു കുടുംബാധിപത്യത്തിൻ്റെ സൂചനയാണ് എന്ന ആരോപണമാണ് ഇപ്പോൾ പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിക്കുന്നത്. ആ ആരോപണം എത്ര കണ്ട് വിലപ്പോകും എന്നറിയില്ല. കോൺഗ്രസിൽ കുടുംബാധിപത്യം ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്നത് ഒരു കുടുംബം തന്നെയാണ്. ആ കാര്യം അറിഞ്ഞുകൊണ്ടാണ് എല്ലാവരും കോൺഗ്രസിനെ അംഗീകരിക്കുകയും ചെയ്യുന്നത്. കോൺഗ്രസിൻ്റെ പ്രവർത്തകരും കോൺഗ്രസിൻ്റെ അനുഭാവികളുമൊക്കെ ആ കുടുംബത്തെ അത്ര കണ്ട് സ്നേഹിക്കുന്നവരുമാണ്. അതുകൊണ്ട് കുടുംബാധിപത്യം എന്ന വാദമൊക്കെ ഒരുപക്ഷെ കോൺഗ്രസ്സുകാർക്കിടയിൽ വലിയ പ്രഭാവം ഉണ്ടാക്കില്ല. പ്രിയങ്ക ഗാന്ധി വരുന്നതോടുകൂടി മണ്ഡലത്തെ രാഹുൽ ഉപേക്ഷിച്ചു എന്ന ആരോപണം അസ്ഥാനത്താവുകയും ചെയ്യും. ഏതായാലും പ്രിയങ്ക ഗാന്ധി ഇനി ഏതു തരത്തിലുള്ള രാഷ്ട്രീയ നീക്കം നടത്തും എന്ന് എല്ലാ കേന്ദ്രങ്ങളും വളരെ സജീവമായി ഉറ്റുനോക്കുകയാണ്. പാർലമെൻറ്റിൽ പ്രിയങ്കയുടെ പ്രകടനം എങ്ങനെയായിരിക്കും? വയനാട്ടിനു വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പ്രിയങ്ക ഗാന്ധിക്കാകും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇനി ചർച്ചയാകും. രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്നുള്ള പാർലമെൻറ്റ് അംഗമായി പ്രവർത്തിക്കുമ്പോഴാണ് അവിടേക്ക് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി എത്തിയത്. സ്മൃതി ഇറാനി എത്തിയ ദിവസം തന്നെ രാഹുൽ നേപ്പാളിലെ ഒരു നിശാ ക്ലബ്ബിൽ ആഘോഷിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ അന്ന് പുറത്തു വന്നിരുന്നു. സ്മൃതി ഇറാനി വയനാട്ടിലെ ആദിവാസികളുടെ പ്രശ്നങ്ങൾ നോക്കുമ്പോൾ രാഹുൽ ഗാന്ധി നേപ്പാളിൽ ആഘോഷിക്കുകയാണ് എന്ന പ്രചരണം ആ ദിവസം വലിയ തോതിൽ മാധ്യമങ്ങളിൽ ഇടം പിടിച്ചു. എന്നാൽ വയനാടുകാർ പൊതുവെ രാഹുൽ ഗാന്ധിക്കൊപ്പം തന്നെ നിൽക്കുകയാണ്. അവരുടെ പ്രശ്നങ്ങൾക്ക് വലിയ തോതിൽ പരിഹാരം കാണാൻ കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും കഴിയും എന്ന് കരുതുന്നവരാണ് വയനാട്ടുകാർ. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം ഉയർത്താനുള്ള ശ്രമം കോൺഗ്രസ് ആരംഭിച്ചു കഴിഞ്ഞു. കോൺഗ്രസ്സിന് അതിൽ വലിയ തോതിൽ വിജയിക്കാൻ കഴിയും എന്ന ഒരു പ്രത്യാശയും ഉണ്ട്. അതേസമയം മറ്റ് രണ്ട് കക്ഷികളും ഇനി ഏത് നിലയ്ക്കാണ് കാര്യങ്ങൾ പരിശോധിക്കുക എന്നതാണ് ഉറ്റുനോക്കുന്നത്. ആനി രാജ തന്നെ വീണ്ടും മത്സരിക്കുമോ? കെ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായി രംഗത്തെത്തുമോ? ഈ ചോദ്യം വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ്. BJPയും അതുപോലെ ഇടതുമുന്നണിയും ഏതു തരത്തിലാണ് പ്രിയങ്കയെ നേരിടാൻ ഒരുങ്ങുന്നത്? എന്തൊക്കെ തരത്തിൽ അവർ പ്രിയങ്കയ്ക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കും എന്നൊക്കെയുള്ള ചോദ്യം ഇനി രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ സജീവമാവുകയാണ്. ഏതായാലും കോൺഗ്രസിൻ്റെ ഈ നീക്കം കുടുംബാധിപത്യം എന്ന ആരോപണം ഉന്നയിക്കുന്നവർക്ക് ഒരു വടി കൊടുത്തു എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അത് എത്ര കണ്ട് ഫലവത്താകും എന്ന കാര്യത്തിലേ സംശയമുള്ളൂ. കുടുംബാധിപത്യം അംഗീകരിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർ പ്രിയങ്ക ഗാന്ധിയെ സ്വാഭാവികമായും വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ ജയിപ്പിക്കും.
അതുകൊണ്ട് തന്നെ ആ ആരോപണങ്ങൾക്ക് വലിയ ശക്തി ഉണ്ടാകില്ല എന്നാണ് കണക്കാക്കേണ്ടത്.